ആ കിളികളുടെ ഒരു ചിത്രമാണ്. പ്രാണൻ പോയിട്ടും പിരിയാത്ത പ്രണയം. പ്രാണൻ പോയിട്ടും പിരിയാത്ത പ്രണയം. നോർമലി നമ്മൾ ലൈൻ കമ്പിൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കരിഞ്ഞു പോകും അല്ലെങ്കിൽ തെറിച്ചു പോകും. നമ്മളങ്ങനെ നോർമലി കണ്ട്. ഇതിൽ രണ്ട് കിളികൾ തമ്മിൽ ഷോക്ക് അടിച്ചിട്ടും കണ്ണ് തുറന്ന് മരിച്ചു കിടക്കുന്നൊരു ചിത്രമാണ്. മാതൃഭൂമിയുടെ ഒരു ഫ്രണ്ട് പേജിൽ 8 കോളം വന്നൊരു പടമാണ്. അപ്പോൾ അതാണ് പ്രാണൻ പോയിട്ടും. ആ ക്യാപ്ഷനാണ് ആക്ച്വലി വളരെ അർത്ഥവത്താക്കിയതും ജനകീയമാക്കിയതും. പ്രാണൻ പോയിട്ടും പിരിയാത്ത പ്രണയം. ഈ ക്യാമറയുമായുള്ള കളി എത്രാമത്തെ വയസ്സിൽ തുടങ്ങി? 13 വയസ്സിൽ. 13 വയസ്സിൽ. എന്തൊക്കെയാണ് താങ്കളുടെ ഫോട്ടോഗ്രാഫിയിൽ ഇതുവരെ പിന്നിട്ട മൈൽ സ്റ്റോൺസ്? പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ബേസിക്കലി 13 വയസ്സിൽ ഫോട്ടോഗ്രാഫി തുടങ്ങാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു 10-25 വർഷം ഫോട്ടോഗ്രാഫി ചെയ്യുന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് ക്യാനൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഗോഡോക്സ് എന്ന് പറഞ്ഞ ലൈറ്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഐ ഹാവ് ടേക്കൺ മോർ ദാൻ 300 വർക്ക്ഷോപ്സ് ഓൾ ഓവർ കേരള. ഐ ഹാവൻറ്റ് ഈവൻ കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ. ബട്ട് ഞാനിന്നൊരു 4-5 കോളേജിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. വളരെ പ്രിസൈസീവായിട്ട് പറഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ലൈക്ക് അക്കാദമികമായി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതും അധ്യാപകനാകുന്നതും തമ്മിലൊന്നും വലിയ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം ഒരാളുടെ മികവിൻ്റെ ആധാരവും അടിസ്ഥാനവും അയാളുടെ അക്കാഡമിക്സ് ആണ് എന്ന് കരുതാൻ തരമില്ല തന്നെ. റജി താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്താണ്. പക്ഷേ യാത്രകളാണ് കൂടുതൽ. ആ, യാത്രകളുണ്ട്. ക്യാനൻ്റെ ബ്രാൻഡ് അംബാസഡറായ ഈ മലയാളിയെ, ഈ ചെറുപ്പക്കാരനെ, ഫാഷൻ എന്നത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ എന്നാണല്ലേ? അതെ, ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഫാഷൻ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു പരസ്യമാണ് മോഡലിങ്ങിൽ മനസ്സിലാദ്യം വരുന്ന ഒരു മോഡൽ. അത് നെസ്കഫേയുടെ ഒരു പരസ്യമാണ്. നെസ്കഫേയുടെ പരസ്യത്തിൽ പാരീസ് എന്നെഴുതി കാണിക്കുകയും ഒരു പീ ക്യാപ്പും ബിയേർഡും ഒക്കെയുള്ള നരച്ച താടിയുള്ള വാർദ്ധക്യമുള്ള ഒരു മനുഷ്യൻ ഒരു കപ്പ് കാപ്പി ചുണ്ടോട് ചേർത്തതിന് ശേഷം അത് താഴെ വെച്ച്, സംസാരമില്ല, സംഭാഷണമില്ല, തല മാത്രം ഒന്ന് ഉയർത്തി ഇങ്ങനെ ഒരു തല വെട്ടിച്ചുള്ള ഒരു ആക്ഷനുണ്ട്. അത് മാത്രം മതി എന്ന് പറയും. സോ സന്തോഷം. താങ്ക് യു. ഒരുപാട് പ്രശസ്തർ താങ്കളുടെ മുന്നിൽ മോഡലായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊരു ഭാഗ്യമുണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ഈവൻ ആക്ടർ വിജയ് എല്ലാവരും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് താങ്കളോടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഡ്മിറേഷൻ, ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്പോട്ട് ലൈറ്റ് സിൻഡ്രോം ഉണ്ടായിരുന്നു. വെച്ചാൽ എൻ്റെ മലയാളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അവസാന വാക്ക് കിട്ടത്തില്ല. ഇപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വരില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്തൊരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ബഷീറിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുമായിരിക്കും. അദ്ദേഹം പറഞ്ഞാൽ അന്നത്തെ റേഡിയോയിൽ താങ്കളുടെ പ്രഭാഷണം കേൾക്കാൻ എൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ താങ്കളുടെ മലയാളത്തിലെ നിർഗളമായ വാക്ചാതുര്യം കേട്ടാണ് ഞാൻ എൻ്റെ ഭാഷ നന്നാക്കിയത്. അത് സന്തോഷം കേട്ടതിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ വാചകത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രണയാർദ്രം ഇല്ലാതാകുന്നതാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് തന്നെയാണ് സുഖം. ഓക്കെ, ഞാനത് അതിൻ്റെ അതല്ലേ എല്ലാ കാര്യത്തിലും അത് പറ്റില്ലല്ലോ. എല്ലാത്തിലും ഞാനിത് ഓർമ്മിച്ചു. ഓക്കെ.